ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിലവിലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓക്കെ എന്ന്? എത്ര പേർക്ക് കോൺഫിഡൻസോടെ പറയാൻ സാധിക്കും? അതിന് ഏറ്റവും വലിയൊരു കാരണം കഴിഞ്ഞ സീസണിലെ ഗോൾ കീപ്പേഴ്സിൻ്റെ പെർഫോമൻസ് ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സച്ചിൻ്റെ ഫസ്റ്റ് സീസണിലെ അത്ര മികച്ച ഫോമിലേക്ക് പുള്ളിക്ക് രണ്ടാം സീസണിൽ ഉയരാൻ സാധിച്ചിട്ടില്ല. പല മത്സരങ്ങളിലും നമ്മുടെ പോയിന്റ് നഷ്ടപ്പെടാൻ കാരണമായത് ഗോൾ കീപ്പേഴ്സിൽ നിന്നുള്ള എറേഴ്സ് കാരണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ നമ്മുടെ 3 ഗോൾ കീപ്പേഴ്സിനെയും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. സച്ചിൻ മാറി സോംകുമാർ വന്നു. ഒരു മത്സരം നന്നായി കളിച്ചെങ്കിലും പിന്നീട് പുള്ളിയുടെ കയ്യിൽ നിന്നും മിസ്സുകളാണ് കണ്ടത്. എന്നാൽ പിന്നീട് ഒരു ഓക്കെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ തന്നത് അത് നോറ ഫെർണാണ്ടസ് ആണ്. ഇത്തവണയും ആരാധകർ ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്നത് അത് നോറ ഫെർണാണ്ടസിൽ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത്തവണ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പുതിയ കാവൽക്കാരനെ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മോഹൻ ബഗാനിൽ നിന്നും അർഷ് അൻവർ. ബ്ലാസ്റ്റേഴ്സ് ആരാധകരാകട്ടെ ഒരു എക്സ്പീരിയൻസ് GK ടീമിലെത്തി കാണണമെന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഗോൾ കീപ്പേഴ്സിൻ്റെ എറേഴ്സ് കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ എല്ലാവരും ഒരു എക്സ്പീരിയൻസ് GK എത്തി കാണണമെന്നാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് എത്തിയതാകട്ടെ അർഷ് അൻവർ ആണ്. പുള്ളി ഒക്കെ തന്നെയാണ്. പക്ഷേ ഏകദേശം സച്ചിനെ പോലെ 23 വയസ്സോളം സച്ചിനെ പോലെ നോറ ഫെർണാണ്ടസിനെ പോലെ തന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ അല്ല, യങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. അപ്പോൾ ഇനി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ ഇനി ആര് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഗോൾ വില കാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും നോക്കി കാണുന്നത്. ഉള്ളതിൽ ഭേദമായിട്ട് ആരാധകർക്കിടയിൽ കേൾക്കുന്നത് നോറ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ തന്നെയാണ്. ബട്ട് ഇത് പുതിയ സീസണാണ്. പഴയ എറേഴ്സൊക്കെ മാറ്റി മികച്ചതാവാം. മുമ്പ് മോശമായിട്ട് കളിച്ചവരൊക്കെ പുതിയ സീസൺ അപ്പോൾ മികച്ചതാവാൻ അല്ലെങ്കിൽ മികച്ചതാവാതിരിക്കാം, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ പുതിയ കീപ്പർ അർഷ് അൻവർ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ ഇവർക്കിടയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഫോർത്ത് കീപ്പറായിട്ട് റിസർവ് ടീമിൽ നിന്ന് അൽസാബിദും മെയിൻ ടീമിനൊപ്പം ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ഗോൾ കീപ്പേഴ്സാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ച് മാറിയിട്ടുണ്ട്. അലക്സിസ് ഓർട്ടിസ് സാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സ്പാനിഷ് പരിശീലകനാണ് പുതിയ ഗോൾ കീപ്പിംഗ് കോച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയാണ് ഇനി ആര് ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. പുള്ളിയുടെ ആ ഒരു ട്രെയിനിങ്ങിലൊക്കെ ആരാണോ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്നത് അവരായിരിക്കും ഗോൾ വലയ്ക്ക് മുമ്പിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പുതിയ ഗോൾ കീപ്പിംഗ് കോച്ച് ആരെയാണോ ട്രസ്റ്റ് ചെയ്ത് ആ ഒരു കാവൽക്കാരനായി നിർത്താൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ നമുക്ക് അറിയാം. എന്താണ് അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്നുള്ളത് എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആരെ ഗോൾ വിലയ്ക്ക് മുന്നിൽ നിർത്തണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.